താൻ ചെയ്ത് വലിയൊരു കാര്യം കേട്ടോ. അല്ല, അയാൾ എങ്ങനെയാ തനിക്ക് ഡൗട്ട് തോന്നിയേ? അയാളുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് ആദ്യമേ ഒരു ഡൗട്ട് തോന്നിയതാ. പിന്നെ നമുക്കൊന്നും അറിയാണ്ട് ആരെയും പഴിചാരാൻ പറ്റില്ലല്ലോ. അവൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാ ഞാൻ മോളിൽ വെച്ചൊരു പരീക്ഷണം ചെയ്തത്. അവക്ക് ഞാൻ ഗുട്ടച്ചും ബാറ്റച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ട്യൂഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ഒരു മൊബൈൽ ക്യാമറ ഓണാക്കി റൂമിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതാ. അവനാണ് തെറ്റുകാരനെങ്കിലേ ആ സ്പോട്ടിൽ നല്ല പൊട്ടിക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു. എന്തായാലും നന്നായിടോ. താൻ വിളിച്ചു, ഞാൻ നേരെ അവന്റെ വീട്ടിൽ പോയി നോക്കി. പക്ഷെ ആൾ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാനും പിള്ളേരെ കൊണ്ടു പരതിയപ്പോഴേ റെയിൽവേ സ്റ്റേഷനാണ് കിട്ടിയത്. നമ്മുടെ ഗിരിജേച്ചിന്റെ മോനെ ആളവൻ തന്നെയാ. ആ കുഞ്ഞ് പേടിച്ചിട്ട് പാവൻ പറയാതിരുന്ന. എന്നാലും അവൻ ജയിലിലായല്ലോ, ഒരു സമാനായില്ലേ. അവൻ ജയിലിലായത് കൊണ്ട് മാത്രം കാര്യമില്ല മെമ്പറെ. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. എന്നാൽ പിന്നെ ഒരു കുട്ടികൾക്കും ഈ ഒരു അവസ്ഥ വരില്ല. സന്ധ്യ പറഞ്ഞത് കാര്യ. നമ്മളിവിടെ ഒരുപാട് കുട്ടികളുള്ളല്ലേ. ഈ അടുത്ത ദിവസം തന്നെ ഈ കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ വിളിച്ചിട്ട് ഒരു അവയർനെസ് ക്ലാസ് കണ്ടക്ട് ചെയ്യണം. വളർന്നു വരുന്ന പിള്ളേരാണേ. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലേ ജീവിതകാലം മുഴുവൻ ട്രോമയിലായിപ്പോവും. എന്നാ ശരി, എനിക്കൊന്ന് സ്റ്റേഷൻ വരെ ചെല്ലാനുണ്ട്. ശരി ശരി. കുഞ്ഞുങ്ങൾ നമുക്ക് മാത്രമാണ് മക്കൾ. ഇതുപോലുള്ളവർ അവരെ അങ്ങനെ കാണണമെന്നില്ല. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ ആണായാലും പെണ്ണായാലും കുട്ടികളെ ബാഡ് ടച്ച് ഏതാണ് ഗുഡ് ടച്ച് ഏതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം.